ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അനധികൃത നിയമനം നടത്തിയതായി യൂത്ത് കോൺഗ്രസ്. നിയമവിരുദ്ധ നിയമനം റദ്ദാക്കി ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ അനധികൃത നിയമനം റദ്ദാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. ഇടുക്കി വികസന അതോറിറ്റി ജില്ലാ പഞ്ചായത്തിൽ ലയിപ്പിച്ചപ്പോൾ ജീവനക്കാരെയും ഇവിടെ നിയമിച്ചിരുന്നു. ഇദ്ദേഹം വിരമിച്ച ഒഴിവിലാണ് നിയമവിരുദ്ധ നിയമനം നടത്തിയത്. 2007 മാർച്ച് 30 ഇടുക്കി വികസന അതോറിറ്റിയെ ജില്ലാ പഞ്ചായത്തിൽ ലയിപ്പിച്ച സർക്കാർ ഉത്തരവിറക്കി. 5 വർഷത്തിലേറെയായി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന 55 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ ആവശ്യമെങ്കിൽ നിലനിർത്താമെന്നും ഇവർ വിരമിക്കുമ്പോൾ തസ്തിക ഇല്ലാതാക്കുമെന്നും ഉത്തരവിലുണ്ട്. ഇതിന്റെ മറവിൽ ജില്ലാ പഞ്ചായത്തിൽ ജോലി ചെയ്തയാൾ വിരമിച്ചപ്പോഴാണ് 2007 ഉത്തരവിനെ മറികടന്നുള്ള നിയമനം. നിലവിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആള് റസാഖ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വിരമിക്കുന്നതോടുകൂടി ആ തസ്തിക ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ആ തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. ജില്ലാ പഞ്ചായത്തിന്റെ 5/3/2024 കൂടിയ സാധാരണ ഭരണസമിതി യോഗം, ആ യോഗത്തിന്റെ മിനിറ്റ്സും ഈ നാട്ടിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ആ യോഗത്തിൽ ഈ നിയമനത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ 6ഓളം പ്രതിപക്ഷ അംഗങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി വിയോജനം അറിയിച്ചിട്ടുള്ളതാണ്. നിയമനം നടത്താൻ അനുമതിയുള്ള തസ്തികയല്ലെന്നും പകരം ജീവനക്കാരെ നിയമിച്ചാൽ ശമ്പളം നൽകുന്നതിന് തടസ്സമുണ്ടാകുമെന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തെ അറിയിച്ചിട്ടുള്ളതാണ്. 2024 മാർച്ച് 5 യോഗത്തിലാണ് നിയമനത്തിന് അംഗീകാരം നൽകിയത്. എന്നാൽ UDFിലെ 6 അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും വിയോജനം അറിയിച്ചിരുന്നു. നിയമനം നടത്താൻ അനുമതിയുള്ള തസ്തികയില്ലാത്തതിനാൽ പകരം ജീവനക്കാരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പിലുണ്ട്. ജീവനക്കാരൻ വിരമിച്ചാൽ ഈ തസ്തികയിൽ മറ്റൊരാളെ നിയമിക്കാൻ വ്യവസ്ഥയില്ല. 2019 ഉത്തരവ് പ്രകാരം താൽക്കാലിക തസ്തികകളിൽ നിയമനം നടത്താൻ സർക്കാർ അനുമതി വേണമെന്നും അനുമതിയില്ലാതെയുള്ള നിയമനത്തിന് വേതനം നൽകാൻ നിയമപരമായി തടസ്സമുണ്ടാകുമെന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി അറിയിച്ചിരുന്നു. നിയമവിരുദ്ധ നിയമനം റദ്ദാക്കി ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകുമെന്നും ഫ്രാൻസിസ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനുശങ്കർ, അസംബ്ലി പ്രസിഡന്റുമാരായ ആൽബിൻ മണ്ണാഞ്ചേരിയിൽ, ആനന്ദ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ്, KSU ജില്ലാ സെക്രട്ടറി അഭിലാഷ് വാലുമേൽ എന്നിവരും പങ്കെടുത്തു.